Hello everyone. So this is Miss Sridevi. ഞാൻ പിന്നെ എത്തി നമുക്ക് ഇന്നൊരു പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഏതാന്ന് വെച്ചാൽ ട്രിഗ്നോമെട്രി അല്ലെ, ഒരു പുതിയ കൺസെപ്റ്റാണ് നിങ്ങൾ 10th ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പം അത് നമുക്ക് അതിൻ്റെ വേർഡിൻ്റെ മീനിങ് നോക്കാം അല്ലെ. ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് അറിയണം. പുതിയ ചാപ്റ്റർ ട്രിഗ്നോമെട്രി വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. നിങ്ങളിപ്പോൾ 10th-ലാണെങ്കിലും 11th-ലാണെങ്കിലും ഹയർ സ്റ്റഡീസിനൊക്കെ അപ്പം എൻജിനീയറിംഗ് ഫീൽഡിലേക്കൊക്കെ പോവുകയാണെങ്കിലും എല്ലാത്തിനും അങ്ങനത്തെ ഓരോ ഫീൽഡിലോട്ട് പോകുമ്പോഴും ഏറ്റവും ആവശ്യമായ ഒരു കൺസെപ്റ്റാണ് ട്രിഗ്നോമെട്രി. പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, കുറേ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അതിൻ്റെ അകത്ത് ഈ ട്രിഗ്നോമെട്രിയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ബേസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ ഇതിന് 2 വേർഡ്സിൽ നിന്നാണ് ഇതുണ്ടായിരിക്കുന്നത്. എന്താണ്? ട്രിഗ്നോ ആൻഡ് മെട്രോൺ. ട്രിഗ്നോ ആൻഡ് മെട്രോൺ. ട്രിഗ്നോ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ എന്നാണ് മീനിങ്. എന്താണ്? ട്രയാങ്കിൾ. മെട്രോ എന്ന് പറഞ്ഞാൽ മെഷർ. അപ്പം എന്താണ് ട്രയാങ്കിൾ? ട്രയാങ്കുലാർ മെഷർമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ട്രിഗ്നോമെട്രീനെ പറയാം. എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെന്റ്സും കാര്യങ്ങളും അതിൻ്റെ ഇത് വെച്ച്, അതാണ് ട്രിഗ്നോമെട്രി. അപ്പോൾ നമ്മൾ എന്താണ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ അകത്ത് ട്രിഗ്നോമെട്രിയിൽ നമ്മൾ എടുക്കുന്നത് എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ? അതിനകത്ത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെ ഇരിക്കാൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഇതേ കാണിച്ചു തരാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു ആംഗിൾ എന്താണ്? ഞാൻ പറഞ്ഞു 90 ഡിഗ്രി. ബാക്കി ഏത് ആംഗിൾ വേണേലാ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാനൊരു ട്രിഗ്നോമെട്രിക് ആംഗിൾ എന്ന് പറഞ്ഞൊരു ആംഗിളിന് എടുക്കും. എന്ന് വെച്ചാൽ ഈ 90 ഡിഗ്രി അല്ല, ഈ 90 ഡിഗ്രി അല്ലാത്ത 2 ആംഗിൾസ്, ഈ 2 ആംഗിൾസ് ഉണ്ടല്ലോ, ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ ട്രിഗ്നോമെട്രിക് ആംഗിൾ ആയിട്ട് എടുത്തു. ഞാൻ ഇവിടെ തീറ്റ, അതെ തീറ്റനെ ഞാൻ കൊണ്ടുവന്നു. ആ ആംഗിളിന്റെ പേര് കൊടുത്തതാണ് ഞാൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഞാനിവിടെ ട്രിഗ്നോമെട്രിക് ആംഗിൾ എന്ന് എടുക്കുക. ഇതനുസരിച്ചാണ് നമ്മൾ ഇന്നത്തെ മെഷർമെന്റ്സും കാര്യങ്ങളും എല്ലാം നോക്കാൻ പോകുന്നത്. ട്രിഗ്നോമെട്രിക് ആംഗിൾ. അതിനു മുന്നേ തന്നെ ഇപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണ് ഈ ട്രിഗ്നോമെട്രി സ്റ്റഡി എല്ലാം വന്നത്. അപ്പോൾ ഇതിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും? അപ്പൊ നിങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് ഹെലികോപ്റ്റർ പോകുന്നു, എന്താണ് എയറോപ്ലെയിൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചെന്ന് വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കാറില്ലേ? അപ്പം ഇതിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താ പറയുക, ആ പ്ലെയിനിന്റെ സ്പീഡ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഈ ട്രിഗ്നോമെട്രിയിലൂടെ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് എന്താണ് വലിയ സ്കെയിൽ വല്ലതും ഉണ്ടോ അവിടെ നിന്ന് അവിടം വരെ അതൊക്കെ മെഷർ ചെയ്യാനായിട്ട്? ഇല്ല. അത് നമ്മൾ ഈ ട്രിഗ്നോമെട്രി വെച്ചൊക്കെയാണ് ഇതിന്റെ എല്ലാം നോക്കുന്നത്. ഇപ്പം എന്താ പറയാ, നമ്മുടെ ലൈറ്റ് ഹൗസ് ഒക്കെ കണ്ടിട്ടില്ലേ കടലിന്റെ അവിടെയൊക്കെ? ഈ ലൈറ്റ് ഹൗസിന്റെ പൊക്കത്തൊക്കെ നിന്നിട്ട് നമ്മുടെ ശത്രുവിന്റെ വല്ല ഷിപ്പൊക്കെ വരുവാണെങ്കിൽ, കടലിൽ കൂടെ വരുവാണെങ്കിൽ അത് എത്ര സമയം കൊണ്ട് എന്താണ് കരയിലെത്തുന്നോ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ, ലൈക്ക് അല്ലാണ്ട് നമുക്കിരുന്ന് മെഷർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതെല്ലാം ഈ ട്രിഗ്നോമെട്രി കൺസെപ്റ്റ് വെച്ചാണ് നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പൊ വലിയ വലിയ ബിൽഡിങ്സ് കാര്യങ്ങളും എല്ലാം. ഇനി അപ്പം നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് പറഞ്ഞു. ഇതേപോലെ കുറേ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു പോളിന്റെ ഒക്കെ കേസ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു മരത്തിന്റെ ഒക്കെ അളവ്, മരത്തിന്റെ ഷാഡോ. ഇപ്പൊ ഒരു മരം ഉണ്ടെങ്കിൽ ഈ മരത്തിന്റെ ഷാഡോയുടെ ഇത് ഇവിടെയാണ് ഷാഡോ വന്ന് നിൽക്കുന്നത്, അതൊക്കെ വെച്ചിട്ടുള്ള ഇതുണ്ട്. ഇപ്പൊ നോക്കിക്കേ, ഒരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ആ മരത്തിന്റെ നീളം എത്രയാണെന്നറിയാം, അതിന്റെ ഷാഡോ ഒക്കെ വെച്ച് നമ്മളാണ് ഈ മരത്തിന്റെ ട്രിഗ്നോമെട്രിയിലൂടെ നമുക്ക് മരത്തിന്റെ നീളം, ഹൈറ്റ് അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊരാളുണ്ട്, ഇവിടെ ഇതൊരു പ്ലെയിനാന്ന് കരുതുക.
ഇതിവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇത് ഗ്രൗണ്ട് ആണ്, ഇത് ഗ്രൗണ്ട്. അപ്പം ഇയാളുടെ കണ്ണ് ഇവിടെയാണ്. ഇത് കണ്ണ് ഇവിടെ ഉണ്ട്. ഇയാളപ്പതേ ഈ പ്ലെയിനിന് ഇങ്ങനെ നോക്കുക. അപ്പം എന്താണ്, ഈ പ്ലെയിൻ ഇവിടെ ആയിരിക്കണം. അപ്പം ഇതിങ്ങനെ വന്ന് ഇത് കണ്ടോ, ഇപ്പൊ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു രീതി കണ്ടില്ലേ? ഇപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്തായാലും എടുക്കാൻ പറ്റും അല്ലെ, ഈ ഒരു പോയിന്റിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെന്താ പറയുക, അപ്പൊ നമുക്കിത് എത്ര എന്താണ് ഈ പ്ലെയിനിന്റെ വെലോസിറ്റി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ട്രിഗ്നോമെട്രിക് കോൺസെപ്റ്റിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലേ, ഇതിൻ്റെ അകത്തൊരു ട്രിഗ്നോമെട്രിക് അപ്ലൈ ചെയ്ത് നമുക്കതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ എത്ര ഇതുകൊണ്ട് നമ്മുടെ അടുത്തെത്തും, ഈ പ്ലെയിൻ നമ്മുടെ അടുത്തെത്തും, അങ്ങനെയൊക്കെ. പിന്നെ ട്രിഗ്നോമെട്രിക് ആംഗിൾ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് ഞാൻ തീറ്റയെന്ന് എടുത്തെങ്കിൽ ഈ ആംഗിൾ എന്താവും? നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ അകത്തുള്ള ട്രയാങ്കിളിന് അകത്തുള്ള 3 ആംഗിൾസ്. ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രി. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്താണ്? 90 ഡിഗ്രി പ്ലസ് തീറ്റ പ്ലസ് ഒരാംഗിളും കൂടെ ഉണ്ട്, അത് നമുക്ക് അറിയില്ല, ഈക്വൽ ടു എന്താകും? 180 ഡിഗ്രി ആവും അല്ലേ? അപ്പൊ നോക്കിക്കേ, ഈ തീറ്റ പ്ലസ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് മൂന്നാമത്തെ ആംഗിളിന് 180 മൈനസ് 90 എന്ന് എനിക്ക് എഴുതാം. കാരണം എന്താ, ഇവിടെ 90 ഡിഗ്രി അപ്പുറത്തോട്ട് പോകുമ്പോൾ നെഗറ്റീവ് 90 ഡിഗ്രി. അപ്പൊ എന്താ, തീറ്റ പ്ലസ് അൺനോൺ ആംഗിൾ ഇസ് ഈക്വൽ ടു 180 90 പോയാ 90 തന്നെയാ. അപ്പൊ എന്താ, അൺനോൺ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? അൺനോൺ ആംഗിൾ ഇസ് ഈക്വൽ ടു ഈ തീറ്റ അപ്പുറത്തോട്ട് പോകും. അപ്പൊ എത്രയാ? 90 മൈനസ് തീറ്റ. ഓക്കെ, അപ്പൊ എന്താ, ഈ അൺനോൺ ആംഗിൾ അല്ലെങ്കിൽ അറിയാൻ മേലാത്ത ഈ ആംഗിൾ എന്താണ്? 90 മൈനസ് തീറ്റ ആവും. ഓക്കെ, ഇപ്പൊ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം നമുക്കിനി എന്താണ് ട്രിഗ്നോമെട്രിക് സൈറ്റ്സിലേക്ക് പോകാം. അപ്പൊ ട്രിഗ്നോമെട്രിക് ആംഗിളിന്റെ ഒരു ഇതൊക്കെ നോക്കി, ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് സൈറ്റ്സിലേക്ക് പോവാം. ഇപ്പം ഇതാണ് ഞാൻ തീറ്റയെന്ന് എടുത്തിരിക്കുന്നതെങ്കിൽ, തീറ്റ ഐ മീൻ ട്രിഗ്നോമെട്രിക് ആംഗിൾ ആയിട്ട് എടുത്തിരിക്കുന്നതെങ്കിൽ, ഇപ്പൊ ഇവിടെ ഏത് ആംഗിൾ വേണേലും വരാം. ഇവിടെ വന്നിട്ട് ഇത് ട്രിഗ്നോമെട്രിക് ആംഗിൾ ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഞാൻ എന്ത് പറയും? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. എന്ത് പറയും? ഓപ്പോസിറ്റ് സൈഡ്. ഇതെന്താണ്? ഓപ്പോസിറ്റ് സൈഡ്. ഇത് നമുക്കറിയാലോ, ഹൈപ്പോട്ടിന്യൂസ്. ഇതെന്താണ്? ഹൈപ്പോട്ടിന്യൂസ്. ഈ തീറ്റയുടെ സൈഡിൽ കിടക്കുന്ന ഈ സൈഡിന് എന്ത് പറയും? ഇതിനെ ഞാൻ adjacent side. ഓക്കെ, adjacent side. ഇപ്പൊ ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതിനെ നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയും. ട്രിഗ്നോമെട്രിക് ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. ട്രിഗ്നോമെട്രിക് ആംഗിളിന് തൊട്ടടുത്ത് കിടക്കുന്ന ഈ സൈഡിന് എന്ത് പറയും? adjacent സൈഡ് എന്ന് പറയും. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക. ഞാനിപ്പം ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ വരയ്ക്കാം. എന്റെ റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ഇതിപ്പോ കറക്റ്റ് റൈറ്റ് ആംഗിൾ ആയില്ല, ഞാനൊന്നുകൂടി വരച്ചു തരാം. ഓക്കെ, ഇത് 90 ഡിഗ്രി. നോക്കിക്കേ, ഇവിടെ ഞാൻ ഒരു 45 ഡിഗ്രി മാർക്ക് ചെയ്തു. തീറ്റയായിട്ട് ഞാൻ 45 ഡിഗ്രീനെ എടുത്തു. അപ്പൊ ആ ആംഗിൾ എന്ത് വരും? 90 മൈനസ് തീറ്റ. നമ്മൾ നേരത്തെ ട്രയാങ്കിളിൽ പറഞ്ഞില്ലായിരുന്നോ? 90 മൈനസ് തീറ്റ. അപ്പോ
ഇവിടെ എന്താ വരും 90 മൈനസ് തീറ്റയ്ക്ക് 90 മൈനസ് 45 തന്നെ. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രയാങ്കിള് ഇതേ പാറ്റേണിൽ തന്നെ ഇപ്പം 90 45 അങ്ങനെ 3 ആംഗിൾസ് ഈ രീതിയിൽ തന്നെ വരുവാണെങ്കിൽ ഇതിൻ്റെ സൈഡ് ഇപ്പം 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡിനെ ഞാൻ എ എന്നും കൊടുത്തു, ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതിൻ്റെത് ഇവിടെ എ എന്ന് കൊടുത്തു. അപ്പം ഈ സൈഡ് എന്ത് വരും? ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. പൈതഗോറസ് തിയറം അറിയാലോ നമുക്ക്. എന്താ പൈതഗോറസ് തിയറം പറയുന്നേ? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. ഇവിടുത്തെ ബേസ് എന്താ? എ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്താ? അതും എ തന്നെയാണ്. അപ്പം അത് എ സ്ക്വയർ അല്ലേ ഇസ് ഈക്വൽ ടു, ഇപ്പം ഞാനിത് എ ബി സി എന്ന് കൊടുക്കുക. അപ്പം ഇതെന്ത് വരും? എ സി സ്ക്വയർ എന്ന് വരും അല്ലേ, ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ഇതിന് റൂട്ട് എടുക്കുക. റൂട്ട് എടുക്കുമ്പോൾ എന്താ? റൂട്ട് 2a സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് എ സി സ്ക്വയർ. ഓക്കെ, ഇനി റൂട്ട് എ സ്ക്വയറിൻ്റെത് എങ്ങനെ വരും? എ സ്ക്വയറിൻ്റെ സ്ക്വയർ അങ്ങ് പോവും അല്ലെ, റൂട്ടും പോവും. അപ്പം എ പുറത്തോട്ടാകും, റൂട്ടും അതുപോലെ തന്നെ എടുക്കും. എ പുറത്തേക്കാവും, റൂട്ടിൻ്റെ വെളിയിലോട്ടാവും. വെറും എ സ്ക്വയറും കൂടെ പോവല്ലോ. ഈക്വൽ ടു റൂട്ട് എ സി സ്ക്വയർ എന്താ? സ്ക്വയറും റൂട്ടും എല്ലാം പോയി എന്താണ്? എ സി. അപ്പം എ സി എന്ന് പറയുന്നതാ റൂട്ട് 2a. കണ്ട, റൂട്ട് 2a. ഹൈപ്പോട്ടിന്യൂസ് റൂട്ട് എ ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ഏത് ആംഗിൾസും എന്താണ്? ഈ രണ്ട് ആംഗിൾസ് 45 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ അതിൻ്റെ സൈഡ്സ് ഇങ്ങനെയായിരിക്കും. ഇത് എ ആയിരിക്കും, ഇതും എ ആയിരിക്കും, റൂട്ടും ആയിരിക്കും. ഇത് രണ്ടും ഞാൻ എ കൊടുത്ത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ രണ്ട് ആംഗിൾസും എന്താ? സെയിമാ. എന്ന് വെച്ചാൽ എന്താ? രണ്ട് ആംഗിൾസ് സെയിം ആകുമ്പോൾ ആ ട്രയാങ്കിൾ എന്താ? ഒരു ഐസോസിലിസ് ട്രയാങ്കിൾ ആവും അല്ലേ. അപ്പം എന്താ? അതിൻ്റെ രണ്ട് സൈഡ്സും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഒരു സൈഡ് ഞാൻ എ കൊടുത്തപ്പോൾ മറ്റേ സൈഡും എ ആയത്. ഓക്കെ, ഇതൊരു ഐസോസിലിസ് ട്രയാങ്കിളാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ 45 ഡിഗ്രി 90 വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എയും ഒരു സൈഡ് എയും അങ്ങനെ മറ്റേ സൈഡും എ ആയിരിക്കും, ഹൈപ്പോട്ടിന്യൂസ് റൂട്ട് 2a ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഈ റൂട്ട് 2a ഇതിന്റെ റേഷ്യോ എടുക്കുക. റേഷ്യോ ഓഫ് ദി സൈഡ്സ് എങ്ങനെ വരും? ഇപ്പൊ 45 ഡിഗ്രിയുടെ ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന എന്താ? എ ആണ്. ഇവിടെ ഒരു 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന എന്താ? അതും എ തന്നെയാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താ? റൂട്ട് 2a. അപ്പൊ ഇത് ഞാൻ എല്ലാത്തിലും എ ഉണ്ടല്ലേ. അപ്പൊ എനിക്ക് എന്താ? എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ബൈ എ. അപ്പൊ എന്ത് വരും? ഇവിടെ എ ബൈ എ, ഇവിടെയും ഡിവൈഡിങ് ബൈ എ, ഇവിടെയും ഡിവൈഡിങ് ബൈ എ, ഇവിടെയും ഒരുപോലെ റേഷ്യോ ചെയ്തോണ്ട് റേഷ്യോ എടുക്കുക. അപ്പൊ എന്താ? എ ബൈ എ 1 ആകും, ഇവിടെയും 1 ആകും, ഇവിടെ റൂട്ട് ആകും. അപ്പൊ ഈ സൈഡ്സ് എങ്ങനെ? ഈ ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ഏത് റേഷ്യോയിലാണ് കിടക്കുന്നത്? 1:1 റൂട്ട് 2 റേഷ്യോയിലാണ് കിടക്കുന്നത്. അപ്പം if a right angle triangle has the trigonometric angles, has the angles as 90 degree, 45 degree and 45 degree, then the ratio of the sides are ratio of the sides is 1:1 root 2. അപ്പൊ ഈ ഒരു 45 ഡിഗ്രി 45 90 ഡിഗ്രി വരെയാണെങ്കിൽ അതിന്റെ സൈഡ്സ് ഏത് റേഷ്യോയിലാണ് കിടക്കുന്നത്? 1:1 root 2. അപ്പോ ഇതിന്റെ ഒറിജിനൽ സൈഡ്സ് അപ്പൊ എങ്ങനെയായിരിക്കും? 1:1 റൂട്ട് ആണെങ്കിൽ നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു ഇതെടുക്കുക. അപ്പൊ ഒറിജിനൽ സൈഡ് എന്തായിട്ട് വരും? ഒറിജിനൽ സൈഡ്സ് ഏത് രീതിയിലാണ് വരിക? 1ന്റെ കൂടെ ഇപ്പൊ എക്സ് എടുക്കുക. അപ്പൊ ഒരെണ്ണം 1x വരാം, പിന്നെ 1 അടുത്ത് 1x വരും, ഇവിടെ റൂട്ട് 2x. ഓക്കെ, ഒറിജിനൽ സൈഡ്സ് ഏതോ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒറിജിനൽ സൈഡ്സ് കിട്ടും. ഇനി അത് ഓരോ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ആ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അതിന്റെ ഈ എക്സിന്റെ വാല്യൂ കിട്ടും. നമുക്ക് നോക്കാം, അതിന്റെ ഇത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഈ ഒരു പാരലലോഗ്രാം. ഓക്കെ, അപ്പൊ ഈ പാരലലോഗ്രാം, ഈ ഒരു പാരലലോഗ്രാമിന്റെ
ഒരാംഗിൾ നോക്കിക്കേ, 45 ഡിഗ്രി. അപ്പൊ ഞാൻ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിക്കണം. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി പാരലലോഗ്രാം? ഇങ്ങനെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്താ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ എന്താണ്? ഏരിയ ഓഫ് എ പാരലോഗ്രാം, ഏരിയ ഓഫ് എ പാരലലോഗ്രാം എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഒരു പാരലോഗ്രാമിന്റെ ഏരിയ. അപ്പൊ നമുക്കിവിടെ ബേസ് അറിയാം, ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുന്നു, ഹൈറ്റ് എന്ത് വരും? ആ സൈഡിലോട്ടുനിന്ന് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലോട്ടുള്ള ഹൈറ്റ് അത് ഏതാന്ന് പറയാം. ഇത് പി വെർട്ടെക്സിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് വരാം. ആ സൈഡിലോട്ട് നമ്മൾ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്ന ആ സൈഡിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കാം. ഇതാണ് നമ്മുടെ ഹൈറ്റ്. ഓക്കെ, നമുക്ക് ഹൈറ്റ് അറിയില്ല, പക്ഷെ ബേസ് അറിയാം. നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതിപ്പോ ഒരു ട്രയാങ്കിൾ അല്ലേ, ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആകുമ്പോ എന്താണ്? ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇവിടെ 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. ഇത് 45 ഡിഗ്രി വന്ന് ഇതെന്തായിരിക്കും? 90 മൈനസ് തീറ്റ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ 90 മൈനസ് 45 ഡിഗ്രി തന്നെ. ഇവിടെ 45 ഡിഗ്രി. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു പാറ്റേണിലാണ് ആംഗിൾസ് വരുന്നത്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് 90 ഡിഗ്രി 45 ഡിഗ്രി 45. അതിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? സൈഡ്സിന്റെ റേഷ്യോ 1:1:√2 അല്ലേ? അപ്പൊ നമുക്ക് ഒറിജിനൽ സൈഡ്സ് എന്തായിരിക്കും? ഒറിജിനൽ സൈഡ്സിനെ ഞാൻ എന്താണ് 1x√2x കണ്ടുപിടിക്കണം നമുക്ക്. അങ്ങനെ എടുത്തു. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ 1:1:√2 എന്ന് പറഞ്ഞാൽ ഇത് 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന അല്ലേ? ഇതും 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിള്, ഇത് 45 ഡിഗ്രി ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, ഇതേതാ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കണം അല്ലേ? ഈ √2 എന്ന് പറയണത്. മറ്റേ 1ഉം 1ഉം ഒക്കെ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കണം. ഈ √2 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കണം. എന്ന് വെച്ചാൽ എന്താ? ഈ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. അപ്പൊ അതെന്താണ്? √2x ആണ് ഒറിജിനൽ. അപ്പൊ എനിക്ക് എങ്ങനെ ചെയ്യാം? √2x = എത്രയാ തന്നിരിക്കണ? 2 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം അല്ലേ? √2 ഏതോ ഒരു നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ഒറിജിനൽ സൈഡ് കിട്ടും. നമുക്ക് പക്ഷെ ഒറിജിനൽ സൈഡ് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. അതങ്ങ് ഇക്വേറ്റ് ചെയ്ത് അല്ലേ? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളിന്റെ റേഷ്യോയിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്താ? x = 2/√2. 2/√2 എന്ന് പറഞ്ഞാൽ ഈ 2നെ എനിക്ക് √2 × √2 എന്ന് എഴുതാം. √2 × √2 ആണ് 2/√2 എന്ന് വെച്ചാൽ എന്താണ്? √2 തന്നെ. അപ്പം നമുക്ക് √2 എന്ന് കിട്ടും. അപ്പൊ എനിക്കിപ്പോ എന്ത് പറയാം? x എന്ന് പറയുന്നത് എന്താണ്? √2. ഓക്കെ, x √2 ആണെങ്കിൽ ഇവിടെ ഒറിജിനൽ സൈഡ്സ് എന്ത് വരും? √2 × 1 √2. ഇവിടെ √2 × 1 √2. ഇവിടെയോ? ഇവിടെ √2 × √2 അല്ലേ? അത് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് 2 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ എന്താ? ഇത് 2 സെന്റിമീറ്റർ. ഓക്കെ, ഇത് √2 സെന്റിമീറ്റർ, ഇതും √2 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ എന്ത് വരും? 45 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് √2 സെന്റിമീറ്റർ. ഇവിടം വരെ. അത് ഞാൻ വേറെ കളറിൽ എഴുതി തരാം. ഇവിടം തൊട്ട് ഇവിടം വരെ എന്താണ്? √2 സെന്റിമീറ്റർ. ഇവിടം തൊട്ട് ഇവിടം വരെ എന്താണ്? ഇവിടെയും √2 സെന്റിമീറ്റർ. ഓക്കെ, ഇനി എനിക്കപ്പോ ഹൈറ്റ് കിട്ടി അല്ലേ? ഹൈറ്റ് ഉണ്ട്, ബേസ് മൊത്തത്തിൽ എനിക്ക് 4 സെന്റിമീറ്റർ എന്നുണ്ട് അല്ലേ? അപ്പൊ എനിക്ക് നേരെ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. √2 ×
4. അതെന്താണ് 4√2 അല്ലേ? അപ്പൊ ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 4 സെന്റിമീറ്ററിന്. ഹൈറ്റ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു √2 സെന്റിമീറ്ററിന്. അപ്പൊ എത്രയാ? ഏരിയ ഇസ് ഈക്വൽ ടു therefore ഏരിയ ഇസ് ഈക്വൽ ടു 4 into √2 is equal to 4√2 centimeter square. കിട്ടിയില്ലേ ആൻസർ? അപ്പൊ ഇത് എളുപ്പമല്ലേ? ഓക്കെ, അപ്പൊ ഇതെല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമുക്ക് പുതിയൊരു പാറ്റേൺ നോക്കാം. നമ്മളിപ്പോൾ 45 ഡിഗ്രിയുടെ പാറ്റേൺ ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് വേറെ പാറ്റേൺ നോക്കാം. ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാം. ഇതെന്റെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഇതില് 90 ഡിഗ്രി ഇത് വന്നു. ഇവിടെ 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, എന്താണ് 60 ഡിഗ്രി? അപ്പൊ 60 ഡിഗ്രി വരുമ്പം ഇവിടെ എന്താണ് 90 മൈനസ് തീറ്റ. ഓക്കെ, 90 മൈനസ് തീറ്റ. അപ്പൊ ഇവിടെ എന്ത് വരും? 90 മൈനസ് 60 30 ഡിഗ്രി വരും. ഓക്കെ, 30 ഡിഗ്രി. അപ്പം ഈ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളിനെ ഞാൻ, അല്ലെങ്കിൽ വേണ്ട, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളിനെ ഞാൻ എ എന്ന് കൊടുത്ത്, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കണതിനെ ഞാൻ √3 എന്നും കൊടുത്ത്, ഇവിടെയാ 2a എന്നും കൊടുത്ത്, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2a എന്ന് കൊടുത്ത്. അപ്പൊ ഇവിടെ ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോ എങ്ങനെയായിരിക്കും? ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോ എനിക്ക് a is to √3a is to 2a എന്ന് വരും. ഓക്കെ, എന്താണ് a is to √3a is to 2a. ഞാൻ ഇതിനെ എല്ലാത്തിനും a ഉണ്ടല്ലോ കോമൺ, ഡിവൈഡിങ് ബൈ a. അപ്പൊ എന്താ ഡിവൈഡ് ചെയ്യുമ്പം ഡിവൈഡിങ് ബൈ, ഇപ്പൊ ഇവിടെ a ബൈ a 1 ആകും. 1 is to a ബൈ a √3 ആകും. ഇവിടെ എന്താവും? 2a ബൈ a എന്താവും? a ആവും, സോറി 2 ആകും. അപ്പൊ 1 is to √3 is to 2. അപ്പൊ ഈ കിടക്കുന്നത് എന്താ? ഈ സൈഡിൽ കിടക്കുന്നത് എന്താണ്? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. ഇത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കണതാണ് ഈ റേഷ്യോ. ഇതോ √3യോ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. 2 എന്ന് പറയുന്നതോ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കണം. ഓക്കെ, അത് തിരിഞ്ഞു പോയത്. ഇത് പോയിരിക്കണം 30, 60, 90. അതാണ് 1 is to √3 is to 2 എന്ന് വന്നിരിക്കണം. ഇനി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 45, 90 ഡിഗ്രി ഇത് വരുവാണെങ്കിൽ അതിന്റെ 1 is to √2 റേഷ്യോ ആയിരിക്കും. ഈ ഒരു പാറ്റേണിൽ വരുവാണെങ്കിൽ 90, 60, 30 വരുവാണെങ്കിൽ എങ്ങനെയാ റേഷ്യോ എന്നത്? 1 is to √3 is to 2 എന്ന് വരും. അപ്പൊ 30യുടെ ഓപ്പോസിറ്റ് 1, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √3 റേഷ്യോ, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. നമ്മുടെ പാരലോഗ്രാം പ്രോബ്ലം തന്നെയാ, അതുപോലെ തന്നെ ചെയ്യുക. ആകെ വ്യത്യാസം നമ്മുടെ ഈ ആംഗിളും ഇതും മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ ഇവിടെ ഞാൻ എന്താണ്, നമ്മൾ നേരത്തെ പോലെ പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കണത്? ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് നമുക്കുണ്ട് 4 സെന്റിമീറ്റർ അല്ലേ? പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? ഹൈറ്റ്. ഹൈറ്റ് എങ്ങനെയാണ്? ഞാനിത് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഇവിടെ ഇങ്ങോട്ട് എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കണം അല്ലേ? അതാണ് ഹൈറ്റ് ആയിട്ട് വരിക. നോക്ക്, ഞാൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കാം. ഇതാണ് എൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് 90 ഡിഗ്രി. ഓക്കെ, ഇത് 90 ഡിഗ്രി ആയിട്ടുണ്ടെങ്കിൽ മറ്റേ ആംഗിൾ എന്താ? ഇത് 90, ഇത് 60. ഒരെണ്ണം 90, ഒരു 60 ആകും. പിന്നെ ബാക്കി എന്താ? 30 ഡിഗ്രി അല്ലേ? ഇത് 30 ഡിഗ്രി. അപ്പൊ ഇതെന്താ? 90, 60, 30. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതിൽ വന്നല്ലേ? അപ്പൊ ഈ റേഷ്യോ ഓഫ് ദ സൈഡ്സ് എങ്ങനെയായിരിക്കും? റേഷ്യോ ഓഫ് സൈഡ്സ് എന്താണ്? 1 is to √3 is to 2. അപ്പോ ഈ 30 ഡിഗ്രിയുടെ
ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന റേഷ്യോ എങ്ങനെയായിരിക്കും? 1. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന റേഷ്യോ എങ്ങനെയായിരിക്കും? √3 അല്ലേ? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് 2. അപ്പൊ ഞാൻ അത് എഴുതാം. ഇത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത്, ഇത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത്, ഇത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. ഇനി ഒറിജിനൽ സൈഡ്സ് എന്തൊക്കെയാ? ഒറിജിനൽ സൈഡ്സ് ഒരു നമ്പർ വെച്ച് എല്ലാത്തിനെയും അല്ലേ, കോമൺ ആയിട്ടൊരു നമ്പർ ഉണ്ട് ഇതിനെല്ലാത്തിനെയും മൾട്ടിപ്ലൈ. ഇത് 1x, ഇത് √3x, ഇത് 2x. നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു ഒറിജിനൽ സൈഡ് അറിയാം അല്ലേ? എന്താണ് ഒരു ഒറിജിനൽ സൈഡ്? 2 സെന്റിമീറ്റർ ആയി ഹൈപ്പോട്ടിനസ് എന്ന് വെച്ചാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. അതിന്റെ എന്താണ് മെഷർമെന്റ് അറിയാം, അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? 2x എന്നും പറഞ്ഞ് നമുക്ക് ഒറിജിനൽ സൈഡും ഉണ്ട്. അപ്പൊ 2x = ഇവിടെ എന്താണ്? 2 സെന്റിമീറ്റർ അല്ലേ? ഒറിജിനൽ സൈഡ് 2 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്താ? x = 2/2, then x = 1. അപ്പൊ x1 കിട്ടി. ഇനി നമുക്ക് എന്താ? ഒറിജിനൽ സൈഡ്സ് എല്ലാം കിട്ടും അല്ലെ? ഒറിജിനൽ സൈഡ്സ് എല്ലാം എങ്ങനെ വരും? x1 ആകുമ്പോ ഇതെന്താകും? ഇത് 1 തന്നെയാണ്. 1 × 1 1. √3x, √3 × 1 √3. 2 × 1 2. അപ്പൊ എന്താ? 1ഉം √3 സെന്റിമീറ്റർ, √3 സെന്റിമീറ്റർ ആൻഡ് 2 സെന്റിമീറ്റർ ആർ ദ ഒറിജിനൽ സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ അല്ലെ? ഈ ട്രയാങ്കിളിന്റെ ഒറിജിനൽ സൈഡ്സ് ഏതൊക്കെയാ? 1ഉം √3 2. ഈ 1 എവിടെയാ വന്നെ? 1 സെന്റിമീറ്റർ അല്ലെ? 1 സെന്റിമീറ്റർ എവിടെയാ വന്നെ? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. 30 ഡിഗ്രി ഏതാ? ഇത്. ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇവിടെ എന്താ? ഇത്. അപ്പൊ ഇവിടെ വരെ എന്താണ്? 1 സെന്റിമീറ്റർ. ഓക്കെ. ഇനി ഈ സൈഡ് എന്താ? √3 കിടക്കുന്നത് എവിടെയാ? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. 60 ഡിഗ്രി ഇവിടെ എന്താ? ഇത് ഇവിടെ കിടക്കാം. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇവിടെ എന്താ? √3 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ, അതുകൊണ്ട് നമുക്ക് അത് എടുത്തെഴുതണ്ട. ഇവിടെ കണ്ടില്ലേ? 2. ഓക്കെ. ഇനി ഏരിയ ഓഫ് ദ പാരലോഗ്രാം. ഏരിയ ഓഫ് ദി പാരലോഗ്രാം എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് നമുക്കറിയാം. ബേസ് എത്രയാ? 4 സെന്റിമീറ്റർ. ഹൈറ്റ് എത്രയാ? √3. ഇപ്പൊ എന്താ? 4√3 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ വരും. അപ്പൊ എന്താണ്? 4√3 സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പൊ എളുപ്പമല്ലേ? ഇപ്പൊ നമ്മൾ എന്താണ്? 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഇത് പഠിച്ചു. ഒരെണ്ണം എന്താണ്? 45 45 90 ഡിഗ്രി. ആ ആംഗിൾസ് ആണ്. അതിന്റെ റേഷ്യോ എങ്ങനെയാണ്? റേഷ്യോ ഓഫ് ദ സൈഡ്സ് എങ്ങനെയാണ്? 1:1 √2. ഇനി അടുത്ത എന്താണ്? 90 ഡിഗ്രിയും 60 ഡിഗ്രിയും 30 ഡിഗ്രി. അപ്പൊ 90 ഡിഗ്രി 60 ഡിഗ്രി 30 ഡിഗ്രിയുടെ റേഷ്യോ എങ്ങനെയാണ്? 1:3:2. എന്ന് വെച്ചാൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താണ്? 1 അല്ലെ? 1 എന്നുള്ള റേഷ്യോയും 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് √3യും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2. ഓക്കെ, അത് മൈൻഡിൽ വെക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. എനിക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണണം. ഇതിന്റെ ഏരിയ എന്താണെന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദി ഏരിയ. അപ്പൊ എങ്ങനെ കാണാം? ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഒരു സൈഡ് 2 സെന്റിമീറ്റർ, മറ്റൊരു സൈഡും 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് BH. ഹാഫ് BH എന്ന് പറഞ്ഞാൽ B എന്ന് പറഞ്ഞ ബേസും H എന്ന് പറഞ്ഞ ഹൈറ്റും അല്ലേ? ഇനി നമുക്ക് ബേസ് ഇത് വേണമെങ്കിൽ എടുക്കാം, 3 സെന്റിമീറ്റർ എടുക്കാം. ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? എളുപ്പാ. നമുക്കിപ്പോ പാരലോഗ്രാം ചെയ്ത പോലെ തന്നെയാണ്. ഇപ്പൊ എങ്ങനെയാ ഹൈറ്റ്? ആ ബേസ് ആയിട്ട് എടുത്തതിന്റെ നേരെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലോട്ട്
അതിനൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. കണ്ട? ഓക്കെ, ഇതെന്താണ്? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആവും. ഇവിടെ എന്ത് വരും? ഇവിടെ 90 വന്നു, 30 വന്നു. ബാക്കി എന്താ? നമ്മൾ പറഞ്ഞല്ലോ 90 30 വന്നു, പിന്നെ ബാലൻസ് ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി. അപ്പൊ നമ്മുടെ സെക്കൻഡ് കേസ് വരും അല്ലെ? 60 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി പാറ്റേൺ. ഇത് 60 ഡിഗ്രി. പിന്നെ റേഷ്യോ ഓഫ് ദി സൈഡ്സ് എങ്ങനെ വരും? റേഷ്യോ ഓഫ് ദി സൈഡ്സ് 1:√3:2 അല്ലേ? ഇതെന്ന് പറയണ ഏതൊക്കെ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന റേഷ്യോസാ? ഇത് 30 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന്റെ റേഷ്യോ, ഇത് 60 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന റേഷ്യോ, ഇത് 90 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന റേഷ്യോ, സൈഡിന്റെ റേഷ്യോ. അപ്പോൾ 30 ഡിഗ്രി ആംഗിൾ ഇവിടെ കിടക്കണം. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹൈറ്റ്. ഹൈറ്റ് നമുക്കറിയില്ല, അപ്പൊ അതങ്ങ് വിടാം. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അറിയാലോ. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താ? 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ റേഷ്യോയും 2 ആ. അപ്പോൾ ഒറിജിനൽ സൈഡ്സ് എന്തൊക്കെയാ? ഒറിജിനൽ സൈഡ്സ് എന്ന് പറയുന്നത് 1x-ഉം √3x-ഉം 2x-ഉം. ഓക്കെ, അപ്പൊ 2x നമുക്കറിയാം 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കണം അല്ലെ? 2x-ന്റെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? 2x = 2 നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്താ? ദാറ്റ് ഇംപ്ലൈസ് x = 2/2 = 1. അപ്പൊ x = 1 എന്ന് കിട്ടി അല്ലേ? പിന്നെ നമുക്ക് സൈഡ്സ് ഒക്കെ കിട്ടുമല്ലോ. The sides are എന്തൊക്കെയാ? ആദ്യത്തെ 1x, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന 1x, 1 × 1 എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ, √3x, √3 × 1 ചെയ്യുക. അപ്പൊ അത് √3 സെന്റിമീറ്റർ. അടുത്ത എന്താ? 2x, 2 × 1 2 സെന്റിമീറ്റർ. അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്, 2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് 1 സെന്റിമീറ്റർ കിട്ടി, √3 സെന്റിമീറ്റർ കിട്ടി, 2 സെന്റിമീറ്റർ കിട്ടി. ഇനി നമുക്കിപ്പോ ഈ ഹൈറ്റ് കിടക്കുന്നത് ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റാ? 30 ഡിഗ്രിയുടെ. 30 ഡിഗ്രിയുടെ ആണെങ്കിൽ ഇത് എവിടെയാ വരേണ്ടത്? 30 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ അല്ലെ? അതെന്താണ്? 1x എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത് എന്താ? 1 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ എന്താ വന്നത്? ഇത് 1 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈറ്റ് ഉണ്ട്, ബേസും ഉണ്ട് അല്ലെ? അപ്പൊ നമുക്കിനി ഏരിയ കണ്ടുപിടിക്കാമല്ലോ, ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ is equal to half into base into height equal to half into base. എത്ര നമുക്ക് തന്നിരിക്കണേ? 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ. 3 × ഹൈറ്റ് എത്രയാ? നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു 1 സെന്റിമീറ്ററിന്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1x, 1 × x 1 ആണ്, 1 × 1 1 കിട്ടി. അപ്പൊ അത് 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ. അപ്പൊ half into 3 that is equal to 3/2. 3 × 1 3, 3/2 സെന്റിമീറ്റർ സ്ക്വയർ. കണ്ടോ? എളുപ്പല്ലേ? നമ്മുടെ പാരലോഗ്രാം പോലെ തന്നെയാണ് ഇതൊക്കെ പോകുന്നത്. നമുക്കൊരു ഒരു ട്രയാങ്കിളിന്റെയും കൂടെ ഏരിയ കണ്ടുപിടിക്കാം. ഇപ്പൊ നെക്സ്റ്റ് ട്രയാങ്കിൾ. അപ്പൊ അടുത്ത ട്രയാങ്കിൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അടുത്ത ട്രയാങ്കിൾ. ഇത് നോക്കിക്കേ, നേരത്തെ 30 ഡിഗ്രി ആയിരുന്നു ഇവിടെ വന്നിരുന്നത് അല്ലേ? ഇപ്പൊ ഞാനത് 60 ഡിഗ്രി ആക്കി. അപ്പൊ എങ്ങനെയാ? ആദ്യം നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കാം അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്കറിയാം, ട്രയാങ്കിളിന്റെ ഏരിയ ½ BH അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. അപ്പൊ അതെന്ത് വരും? 90 - 60 30 ഡിഗ്രി വരും. ഓക്കെ, ഇത് 30 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാ? ½ BH ആണ് നമ്മുടെ ഏരിയ അല്ലെ? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ
ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാ. അപ്പം നമുക്ക് ബേസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ബേസ് 3 സെന്റിമീറ്റർ ഉണ്ട് അല്ലെ, ബേസ് 3 സെന്റിമീറ്റർ എന്നുണ്ട്. ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്താ നമ്മുടെ ഇപ്പം അതേ മെത്തേഡ് തന്നെ. അപ്പൊ നമുക്ക് 60 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് അതാണ് വേണ്ടത് അല്ലേ, അതില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം, ഇങ്ങനെ ഒരു പാറ്റേൺ 90, 60, 30 ഡിഗ്രി പാറ്റേൺ വരുവാണെങ്കിൽ അതിന്റെ റേഷ്യോ ഓഫ് ദ സൈഡ്സ് എന്തായിരിക്കും? റേഷ്യോ ഓഫ് ദി സൈഡ്സ് എന്ന് പറയുന്നത് എന്താ? 1:√3:2 എന്നാ അല്ലേ. അപ്പം ഈ കിടക്കണൊക്കെ ഏതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആണ്? 1 എന്ന് പറഞ്ഞ റേഷ്യോ കിടക്കുന്നത് 30 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റും, √3 എന്ന് പറയുന്നത് 60 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റും, 2 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റും ഉള്ള സൈഡിന്റെ റേഷ്യോസ്. ഇനി എന്താണ്? നമുക്ക് 90 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അറിയാം, 2 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ എന്താ ഇതിന്റെ ഒറിജിനൽ സൈഡ്സ് എന്തൊക്കെയാ? ഒറിജിനൽ സൈഡ്സ് ആർ ഒന്ന് 1x √3x ഒരേ ഒരു നമ്പർ വെച്ച് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും അല്ലെ, കോമൺ ആയിട്ടൊരു നമ്പർ. ഇത് 2x വരും. ഓക്കെ, അപ്പൊ 2x എന്താന്ന് പറയാം? 2x എന്താ? 90 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. അത് 2x ഒറിജിനൽ സൈഡ്. അപ്പൊ 2x എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ അല്ലേ, 90 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ഇതിനെ അങ്ങോട്ട് 2x = 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലേ, 2 എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് x = 2/2 = x = 1, 2/2 1 ആവും അല്ലെ. അപ്പൊ x നമുക്ക് 1 കിട്ടി. ഇനിയിപ്പോ സൈഡ്സ് കണ്ടുപിടിക്കാമല്ലോ, 1x √3x കിട്ടിയല്ലോ. അപ്പൊ the sides are എന്താണ്? x 1 ആയിട്ടുണ്ട്. അപ്പൊ 1x 1 സെന്റിമീറ്റർ തന്നെ, √3x √3 × 1 √3 സെന്റിമീറ്റർ തന്നെ, 2x 2 × 1 2 സെന്റിമീറ്റർ. അപ്പൊ 3 സൈഡ്സും നമുക്ക് കിട്ടി. ഇനി നോക്കിക്കേ, ഈ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, √3 സെന്റിമീറ്റർ ഈ കറസ്പോണ്ടിങ് റേഷ്യോ അല്ലേ, അപ്പൊ 60 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കണം. അപ്പൊ നമുക്ക് എഴുതാലോ. അപ്പം 60 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് √3 സെന്റിമീറ്റർ. അത് ഏത് വരും? ഇത് √3 സെന്റിമീറ്റർ. 90 ഡിഗ്രി ആംഗിളിന്റെ നമുക്ക് തന്നിട്ടുണ്ട്. 30 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് എന്താ? ഇവിടെയാണ് 30 ഡിഗ്രി. അതേതാണ്? 1 സെന്റിമീറ്റർ. അപ്പൊ ഇവിടം വരെ 1 സെന്റിമീറ്റർ. ഓക്കെ, ഇനി മൊത്തം ആകെ 3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ബേസ് 3 സെന്റിമീറ്റർ എന്നുണ്ട്. ഹൈറ്റും ഇപ്പൊ കിട്ടി. ഹൈറ്റ് എന്താ? √3. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ is equal to half into base into height. അപ്പൊ നമുക്ക് അറിയാം, ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ തന്നിരുന്നത്? 3 സെന്റിമീറ്റർ അല്ലേ. മൊത്തം 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 3 ഇൻറ്റു ഹൈറ്റ് എത്രയാ? ഹൈറ്റ് √3 അല്ലേ, √3. അപ്പൊ എന്താ? 3√3/2 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ട്രയാങ്കിളിന് നേരത്തെ തന്ന ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ നമുക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? നമ്മൾ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു, പാരലോഗ്രാമിന്റെ രീതിയിൽ ചെയ്തു, ട്രയാങ്കിളിന്റെ രീതിയിൽ ചെയ്തു. എല്ലാം എന്താ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ രീതി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്തത്. എന്നിട്ട് അവിടെ ട്രിഗ്നോമെട്രിക് കോൺസെപ്റ്റ്, ഇത് വളരെ ബേസ് ആണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി പറ്റൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വരും, അതിൻ്റെ ആംഗിൾസിൻ്റെ വരും, വാല്യൂസും എല്ലാം വരും. അപ്പം അതിനു മുന്നേ നിങ്ങൾ ഇതറിഞ്ഞാൽ അതപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി റീപ്ലൈ ചെയ്ത് ഇതൊക്കെ കേൾക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലിടാം. ഓക്കെ, നിങ്ങൾക്കത് ഹോപ്പ് യു ഓൾ ക്ലിയർ. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സോ വർക്കൗട്ട് ചെയ്യുക. നമുക്ക് അടുത്ത സെഷനിൽ ഇതിൻ്റെ ബാക്കി നോക്കാം. Okay, bye.